സഹനത്തിൻ്റെ അമ്മയുടെ തിരുനാൾ ഈ ജൂലൈ മാസം നമ്മൾ ആഘോഷിക്കുമ്പോൾ ഒരു സത്യം നമ്മൾ ഒരിക്കലും മറന്നു കളയരുത്. അതായത് നമ്മൾ സഹിക്കുന്നത് കണ്ട് സന്തോഷിക്കുന്നവനല്ല ദൈവമായ കർത്താവ്. നമ്മളെല്ലാം സന്തോഷിക്കണം എന്ന് മാത്രം ആഗ്രഹിക്കുന്നവനാണ്. പിന്നെ സഹനങ്ങൾ എവിടെ നിന്നും വരുന്നു? ഇന്ന് കാര്യങ്ങളുടെ എല്ലാം നിജസ്ഥിതികൾ മനുഷ്യന് വെളിപ്പെടുത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലസന്ധിയിലാണ് ജീവിക്കുന്നത്. സകല സഹനങ്ങളും നമ്മുടെ സൃഷ്ടിയാണ്, മനുഷ്യൻ്റെ സൃഷ്ടിയാണ്. മനുഷ്യൻ പഠിക്കേണ്ടുന്ന കാര്യങ്ങളല്ല പഠിപ്പിക്കുന്നത്. പഠിക്കേണ്ടാത്ത കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. കഴിക്കേണ്ടുന്ന ഭക്ഷണമല്ല കഴിക്കേണ്ടുന്ന മരുന്നുകളല്ല കഴിക്കേണ്ടാത്ത ഭക്ഷണം, കഴിക്കേണ്ടാത്ത മരുന്നുകൾ. ചെല്ലേണ്ടുന്ന പ്രാർത്ഥനകളല്ല മനുഷ്യൻ ചെല്ലേണ്ടാത്ത പ്രാർത്ഥനകൾ ചെല്ലിപ്പിക്കുന്നു. സ്കൂളുകളെ വളർത്താൻ വേണ്ടി പഠിപ്പിക്കുന്ന അവസ്ഥാവിശേഷം, ഹോസ്പിറ്റലുകളെ വളർത്താൻ വേണ്ടി ചികിത്സിക്കുന്ന അവസ്ഥാവിശേഷം, പള്ളികളെയും സംവിധാനങ്ങളെയും വളർത്താൻ വേണ്ടി പ്രാർത്ഥിപ്പിക്കുന്ന അവസ്ഥാവിശേഷം. സകല സഹനങ്ങളും മനുഷ്യൻ്റെ സൃഷ്ടിയാണ്, നമ്മുടെ സൃഷ്ടിയാണ്. അൽഫോൻസാമ്മ ഒരുപക്ഷെ എൻ്റെ എല്ലാ സഹനങ്ങളുടെയും കാരണം നിങ്ങളുടെ അറിവില്ലായ്മയാണ് എന്ന സത്യം വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ അന്നേ അൽഫോൻസാമ്മയുടെ കഥ കഴിയുമായിരുന്നു. സന്തോഷത്തോടെ ആ സഹനത്തെ സ്വീകരിക്കുന്ന അമ്മ ഒരു വലിയ സത്യം നമ്മളോട് പറയുന്നുണ്ട്. സന്തോഷത്തോടെ ഈ സഹനത്തെ നമ്മൾ സ്വീകരിക്കുമ്പോൾ ഇത് ചില ആളുകളുടെ കണ്ണുകളെ തുറപ്പിക്കുന്നു, കാതുകളെ തുറപ്പിക്കുന്നു, ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തുന്നു. കർത്താവ് സന്തോഷത്തോടെ സഹനത്തെ സ്വീകരിക്കുന്നു, കുരിശിനെ സ്വീകരിക്കുന്നു. വളരെ നിഷ്പ്രയാസം ഗാഗുൽത്തായിൽ വെച്ച് ആ കുരിശ് കരയ്ക്ക് ഒരു അടി കൊടുത്താൽ ആ പട്ടാളക്കാരെ മുഴുവനും നിഷ്കാസനം ചെയ്യാൻ കർത്താവിന് സാധിക്കും. പക്ഷേ അവിടുന്ന് അത് ചെയ്യുന്നില്ല, സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. കാരണം അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒത്തിരി ആളുകളുണ്ട്. അവർക്ക് മുഴുവനും മാനസാന്തരമുണ്ടാവാൻ ദൈവമായ കർത്താവ് സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. അൽഫോൻസാമ്മ ഈ വലിയ സത്യം നമ്മുടെ ഓരോരുത്തരോടും പറയുമ്പോൾ നമുക്ക് ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ആഗ്രഹിക്കാം. നമ്മെ ദൈവമായ കർത്താവ് അൽഫോൻസാമ്മയിലൂടെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.